പക്ഷെ അശ്വന്ത് ഗോക്ക് കാണിച്ചത് ചെറ്റത്തരം. പടം കൊള്ളത്തില്ലെങ്കിൽ നിങ്ങൾ റീഫണ്ട് ചെയ്യും. മാധവ് സുരേഷ് എൻ്റെ നമ്മുടെ കാശ് പോയാൽ കുഴപ്പമില്ല. പക്ഷെ പ്രൊഡ്യൂസറുടെ കാശ് മാധവ് സുരേഷിൻ്റെ അംഗം അട്ടഹാസം അത് പിന്നെ എയറിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിലൊക്കെ അവരുടെ ടീം വന്ന് കൊടുത്തിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ദൃശ്യം 3 എന്ന് പറഞ്ഞൊരു സിനിമയുടെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന് കമൻറ്റ് ബോക്സിൽ എല്ലെണ്ണവും ഒരു 90% ആൾക്കാർ ഭയങ്കര തെറിവിളിയും ബഹളവും, പടം അടിപൊളിയാണ്, അങ്ങനെ ഇങ്ങനെ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ആ പടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഇതിൽ മോഹൻലാൽ ഫാൻസ് ആണെന്ന് തോന്നുന്നു. മമ്മൂക്കയൊക്കെ തെറി വിളിച്ചിട്ട് കുറേ പേര് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇത് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ തെറി വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്നുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇപ്പോൾ ഫാൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ടി പറയുക, ഈ എല്ലാ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് എന്നല്ല, ഏതൊരു നടന്മാരുടെ ഫാൻസ് ആയാലും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ നടന്മാരെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ജന്മത്തെ അവരുടെ ഫാൻ ആവത്തില്ല. അവരൊക്കെ നമ്മൾ അടുക്കാൻ പോലും കഴിയത്തില്ല. അവരൊക്കെ അത്രയും ഒരു ഒരു ഉയരത്തിലിരിക്കുകയാണ്. അവരൊക്കെ നമ്മൾ ആരാന്ന് പോലും അറിയത്തില്ല. നമ്മൾ ഈ ഫാൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ കുറേ എണ്ണം അവർക്ക് വേണ്ടി അടിയുണ്ടാക്കി വന്ന് തെറി വിളിച്ച് നിങ്ങൾക്കൊന്നും നേടാനില്ല. നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് പോരാടി തെറി വിളിച്ച് പടം ഹിറ്റാക്കാൻ നോക്കി 100 കോടി ക്ലബ്ബിൽ കയറ്റണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കി പടത്തിന് ഹൈപ്പ് കൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ നടന്മാർ നല്ല കോടികൾ ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകില്ല. ഞാനിത് നിങ്ങളെ അവരെ സപ്പോർട്ട് ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നല്ല പടങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഒരു കൊള്ളാത്ത സിനിമേനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പാവപ്പെട്ട നമ്മളെ പോലത്തുള്ള ആൾക്കാർ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളുടെ കാശാണ് പോകുന്നത്. സോ നല്ല പടങ്ങളുണ്ട്, നല്ല പടമാണെങ്കിൽ നമുക്ക് അഭിപ്രായം പറഞ്ഞ് എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് പോയി കാണാൻ വേണ്ടി നമുക്ക് എൻകറേജ് ചെയ്യാം. പക്ഷെ പടം കൊള്ളത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് കള്ളം പറഞ്ഞ് പടം അടിപൊളിയാ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലവർ കഷ്ടപ്പെട്ടായിരിക്കും ഒരു മാസം സമ്പാദിച്ച് വെച്ച് കാശ് എടുത്തിട്ട് സിനിമയ്ക്ക് പോയി. ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ ആയാലും ഒരു 1000 രൂപയെങ്കിലും വേണം ഇപ്പോഴത്തെ കാലത്ത്. പെട്രോളും പിന്നെ ടിക്കറ്റ് ചാർജ് തന്നെ മിനിമം 300 രൂപയാവും. പിന്നെ അവിടെ പോയി എന്തെങ്കിലും സ്നാക്സ് കഴിക്കണമെങ്കിൽ 100 രൂപ 200 രൂപയ്ക്കാണ്. ഒരു പോപ്കോൺ തന്നെ 200 രൂപ. എങ്ങനെ പോയാലും ഒരു 1000 രൂപയുടെ ചിലവുണ്ട്. ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു 2000 രൂപ 2500 രൂപ ചിലവ്. സോ നിങ്ങൾ ഈ വന്ന് തെറി വിളിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ തെറി വിളിച്ചിട്ടേ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. കുറച്ച് പേരുടെ കാശെങ്കിലും സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇതിൽ വേറെ എനിക്ക് എന്താ പറയുക, ഞാൻ മമ്മൂട്ടി ഫാനോ ഞാൻ ആരുടെയും ഫാനല്ല, നല്ല സിനിമകളുടെ ഫാനാണ്. ഇപ്പം നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ, ഞാൻ മമ്മൂട്ടി ഫാനാണ് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, എനിക്ക് ഈ ഇടയ്ക്ക് മലയാള സിനിമ ഇറങ്ങിയ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ തുടരുമാണ്. തുടരും എനിക്ക് ഭയങ്കര ഇമ്പ്രസ്സായ ഒരു സിനിമയാണ്. അതിൻ്റെ സീൻ ബൈ സീൻ, അതിൻ്റെ സ്ക്രീൻ പ്ലേ എല്ലാം അടിപൊളിയായിരുന്നു. സോ നല്ല സിനിമയ്ക്ക് നമ്മൾ എൻകറേജ് ചെയ്യും. ഈ പടം ദൃശ്യം 3 എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല. അത്രയ്ക്കും എനിക്ക് ആ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്കും മേ ബി എനിക്ക് അങ്ങനെ മേ ബി എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിരിക്കും, അത് എൻ്റെ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ എനിക്ക് ആ സിനിമ വർക്കൗട്ട് ആകത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ ഈ കമൻസിൽ തന്നെ കുറച്ച് പേര് നല്ല സിനിമയാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കമൻറ്റ് ചെയ്യാം. അന്ന് തെറി വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. സോ അപ്പോൾ ഈ അംഗം അട്ടഹാസം സിനിമയുടെ റിവ്യൂ മോശമായതുകൊണ്ടാണ് പടം ഓടാത്തതെന്നുള്ള രീതിയിലാണ് ഈ പ്രൊഡ്യൂസേഴ്സും മാധവ് സുരേഷൊക്കെ വന്ന് പറയുന്നത്. അത് വളരെ തികച്ചും തെറ്റാണ്. കാരണം ഒരു റിവ്യൂ വെച്ചിട്ടൊരു പടം ഓടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ബാഹുബലി എന്നൊരു സിനിമ, ആ സിനിമ കൊള്ളത്തില്ല എന്ന് എത്ര മാർക്കറ്റ് ചെയ്താലും റിവ്യൂ പറഞ്ഞാൽ ആ പടം ഓടാതിരിക്കുമോ? ഇനി മോഹൻലാലിൻ്റെ തുടരും എടുത്തോ, കിഷ്കിന്ധാകാന്ഡം എടുത്തോ, ഇങ്ങനത്തെ സിനിമയൊക്കെ കൊള്ളത്തില്ല എന്ന് റിവ്യൂ പറഞ്ഞാൽ പടം ഓടാതിരിക്കുമോ? സോ നല്ല സിനിമ നെഗറ്റീവ് റിവ്യൂ എത്ര വന്നാലും പടം ഓടും. കൊള്ളാത്ത സിനിമ എത്ര നല്ലതാന്ന് പറഞ്ഞാലും പടം ഓടത്തില്ല. സോ ഇതൊക്കെ ബേസിക് ഒരു സംഭവമാണ്. അല്ലാതെ ഇതിൽ വന്നിട്ട് റിവ്യൂവേഴ്സിനെ വന്നിട്ട് അവർ കുറ്റം പറയുന്നത് വളരെ മോശം. പക്ഷേ പടം കാണാതെ റിവ്യൂ ചെയ്യരുത്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കുറിച്ച് അവർ പറയുന്നുണ്ട്, മാധവ് സുരേഷ് പറയുന്നുണ്ട്. അതിൽ എനിക്ക് ശരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യും മാധവ് സുരേഷിനെ. കാരണം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര കളിയാക്കുന്നുള്ള രീതിയിലാണ് മാധവ് സുരേഷിനെ അശ്വന്ത് കോക്ക് പറയുന്നുണ്ട്. ഭയങ്കര തികച്ചും കളിയാക്കുന്ന രീതിയിൽ. ഒരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റും കടന്നാണ് പുള്ളി പറയുന്നത്. കാരണം മാധവ് സുരേഷിൻ്റെ അഭിനയത്തിനെ ഭയങ്കരമായിട്ട് കളിയാക്കുക. അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ ആരെങ്കിലും ഒരാൾ കളിയാക്കി നീ ചെയ്യുന്ന തെറ്റാണ്, നിൻ്റെ ഇത് ഭയങ്കര മോശമാണെന്ന് ഒരു പരിഹസിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിയുള്ള ഇൻട്രസ്റ്റ് പോകും.
അതുപോലെ തന്നെയാണ് മാധവ് സുരേഷിനും. ആ പുള്ളി ഒരു നടനാണ്, അയാൾക്ക് ജോലി അത് മാത്രമേ ഉള്ളൂ. അപ്പം അയാൾക്കും ആ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുണ്ടാവും. സോ അത് പേഴ്സണലി അറ്റാക്ക് ചെയ്യാതെ ആ സിനിമ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷേ ഇത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് പോയി അറ്റാക്ക് ചെയ്യുമ്പം ആരായാലും അവർക്ക് ദേഷ്യം വരും. അതിൽ ആ പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയാണ് ഈ പടം എടുത്തത്, അത് നിങ്ങളിങ്ങനെ റിവ്യൂ ചെയ്ത് ആൾക്കാരെ കാണാൻ സമ്മതിക്കാതെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ബിസിനസ് എന്ന് പറയുമ്പം കാശ് മുടക്കും, എന്നിട്ട് ആ പ്രോഡക്റ്റ് ആൾക്കാർ മേടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നവരെ പോയി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കസ്റ്റമേഴ്സ് എല്ലാം അത് മേടിക്കും. അല്ലാതെ ഇവിടെ വന്ന് മോങ്ങിയിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കി ആരും മേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് മോങ്ങി കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അത്രയും കാശുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ എടുക്കാൻ വരണ്ട, വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് എവിടെ കഴിവുണ്ടോ അവിടെ പോയി ബിസിനസ് എടുക്കാൻ പോകണം. അല്ലാതെ ഇവിടെ പ്രസ് മീറ്റിലൊക്കെ വന്നിട്ട് ഞാൻ 4 കോടി മുടക്കി എടുത്തു, 4.5 കോടി മുടക്കി എടുത്തു, അത് ഇങ്ങനെ സിനിമ ഓടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. എത്ര കാലമായിട്ടാണ് സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതുവരെ ആരും ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പത്രങ്ങളും റേഡിയോ TV മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ ഒരു സിനിമ കൊള്ളത്തില്ലെങ്കിൽ മൗത്ത് ടോക്ക് വഴിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൊണ്ട് ഒരു പടം കൊള്ളത്തില്ലെങ്കിൽ ഓൺ ദി സ്പോട്ട് അപ്പം തന്നെ എല്ലാവരും അറിയും. സോ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കയ്യിലല്ല, അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇത്രയും കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാശ് മുടക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല ആക്ടേഴ്സ്, നല്ല ഡയറക്ടേഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് അത്രയും തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഏത് ഡയറക്ടറെ കൊണ്ട് ഡയറക്ടർ ചെയ്യിപ്പിച്ചാലോ ഇല്ലെങ്കിൽ ഏത് കഥ സെലക്ട് ചെയ്താൽ നല്ല രീതിയിൽ പടം ഓടും എന്നുള്ളത് തിങ്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവാണ്. അല്ലാതെ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അത് പടമാക്കി ആൾക്കാരെ കൊണ്ട് അവർ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞ് നിങ്ങളൊരു സിനിമ എടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആൾക്കാർ അത് എൻകറേജ് ചെയ്യും. മൗത്ത് ടോക്ക് തന്നെ, ഈവൻ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാൽ പോലും മൗത്ത് ടോക്ക് വഴി പടം ഹിറ്റാവും. എത്രയോ സിനിമ റിവ്യൂ ഒന്നും കൊടുക്കാതെ, വലിയ പ്രൊമോഷൻ ഒന്നും കൊടുക്കാതെ ഹിറ്റായിട്ടുണ്ട്. എത്രയോ സിനിമ അവർ പറയുന്നത് എന്തോ നല്ല പടമാണെന്ന് പ്രൊഡ്യൂസർ പറയുന്നു. അവർ തന്നെ തീരുമാനിച്ചു ഞാൻ എടുത്ത സിനിമ നല്ല സിനിമയാണ്, എല്ലാവരും കാണണം, കണ്ടേ പറ്റൂ. നിങ്ങൾ നല്ല സിനിമയാണ് എടുത്തത്, നമ്മൾ കണ്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം. അപ്പോൾ നിങ്ങൾ നല്ല സിനിമ എടുത്ത് നിങ്ങൾ ആൾക്കാരെ കൊണ്ട് കാണിപ്പിച്ച് ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങളുടെ കാശ് നഷ്ടം. അപ്പോൾ ഞങ്ങളുടെ കാശ് പോയാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, പ്രൊഡ്യൂസറിൻ്റെ കാശ് നഷ്ടമായാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നം. അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ എടുത്ത് പടം നല്ലതാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു പടം എടുത്തു, അത് കൊള്ളത്തില്ല, നമ്മളെടുത്ത സിനിമ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ പ്രോഡക്റ്റ് കൊള്ളത്തില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പ്രോഡക്റ്റ് മാറ്റും. അങ്ങനെയാണ് സാധാരണ ബിസിനസ്സുകാർ ചെയ്യുന്നത്. പ്രോഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്യും, ഇല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യും. നിങ്ങളൊരു സിനിമ എടുത്തു, ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആൾക്കാരിൽ നിന്ന് വെറുതെ അവരെ കൊണ്ട് കാശ് ചിലവിപ്പിച്ച് പടം കാണിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ പിന്നെ അതിന് റിലീസ് വരെ ചെയ്യാൻ പോവാണ്. ഇനി അതിൻ്റെ പേരിൽ അതിൻ്റെ റിവ്യൂ വരുമ്പോഴത്തേക്ക് പിന്നെയും കിടന്ന് കരയേണ്ടി വരും. സോ എന്നെ സംബന്ധിച്ച് നല്ലൊരു പുതിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, നല്ല ആക്ടേഴ്സ്, നല്ല കഥ ഒരു 10 ദിവസങ്ങളിൽ ഇരുന്ന് കേൾക്ക്. അല്ലാതെ ഒറ്റയടിക്ക് ഒരു കഥ വന്ന് കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ചടപടാന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാതെ നിൽക്കാതെ കുറച്ച് ദിവസം ആ കഥേനെ അനലൈസ് ചെയ്ത് ഇങ്ങനത്തെ കഥ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ കഥകളൊക്കെ വർക്കൗട്ട് ആവുമോ എന്നൊക്കെ റിസർച്ച് ചെയ്ത് നല്ല നടന്മാരെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക. അത്യാവശ്യം പടം ക്ലിക്കായി കഴിഞ്ഞാൽ നെഗറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് നിൽക്കത്തില്ല, അത് കയറി പൊക്കോളും. സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഈ റിവ്യൂ പറയുന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.